ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? അതെ, ഞങ്ങളുടെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് മറക്കാൻ പറ്റത്തില്ല ആ ദിവസം. ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഫുള്ള് കാണുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടും ഈ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് പാസ് ഓൺ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതാണ്ട് നവംബർ ലാസ്റ്റ് 2024 നവംബറിൽ ഉണ്ടായ സംഭവമാണ്. ഇന്നിപ്പോ ഏകദേശം ജൂൺ മാസം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അനുഭവം പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായതുകൊണ്ട്, അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പൊ അതെന്ന് പറയുന്നത് അച്ചാച്ചന് ഒരു അസുഖം ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി, നവംബർ മാസത്തിലാണെന്ന് തോന്നുന്നു, ഒരു ദിവസം രാത്രിയിൽ അപ്പൊ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും അച്ഛന് നന്നായിട്ട് സ്വെറ്റ് ചെയ്തു, തല കറങ്ങി. അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഇതും കിട്ടിയില്ല. അപ്പൊ പെട്ടെന്ന് സ്വെറ്റിങ് ഉള്ളതുകൊണ്ട് ഷുഗർ ആണോ എന്നൊരു ഡൗട്ട് കാരണം ഞാൻ ഷുഗർ നോക്കുമ്പോൾ ഷുഗറൊക്കെ നോർമലാ, പക്ഷെ തല കറങ്ങുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഡോക്ടറെ കാണുമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയായിരുന്നു അല്ലേ? അതെ, അത് ഒരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തല കറങ്ങുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ തല കറങ്ങുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം തല കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ട് തല വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും. എനിക്ക് കിടക്കാൻ പേടിയായിരുന്നു. പൊസിഷൻ മാറുന്നതനുസരിച്ച്, നമ്മുടെ തലയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് അച്ഛൻ ഇങ്ങനെ തല കറങ്ങുന്നു, വയ്യ, തീരെ വയ്യ. അത് തല കറങ്ങി മാത്രം നിൽക്കുമല്ല, തല കറങ്ങി 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 ബോഡി ഫുൾ അങ്ങ് സ്വെറ്റ് ആവുകയാണ്. അപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല, അത്രയ്ക്ക് തലകറക്കമായിരുന്നു. അപ്പൊ ഒട്ടും സഹിക്കാൻ വയ്യാതെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലീവ് എടുത്തു. അന്നത്തെ ദിവസം ലീവ് എടുത്തു. പക്ഷെ ഫുള്ള് ഇങ്ങനെ പൊസിഷൻ മാറുന്നതനുസരിച്ച്, അതായത് തല കുനിക്കുമ്പം തിരിഞ്ഞിരിക്കുമ്പം തലയുടെ ഭാഗം തല ഏത് പൊസിഷനിലോട്ട് മാറ്റിയാലും തലകറക്കമാണ്. അപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അസിസിയ മെഡിക്കൽ കോളേജിൽ പോയി. ഞങ്ങളുടെ വീടിനടുത്തൊരു മെഡിക്കൽ കോളേജിന്റെ പേരാണ് അസിസിയ മെഡിക്കൽ കോളേജിൽ പോയി 3 ദിവസം അവരെ ചികിത്സിച്ചു. എന്നിട്ട് അവർക്ക് മാറിയോന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. അപ്പൊ മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടിയ ഒരു അനുഭവം മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എനിവേ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു നമ്പർ കിട്ടി. അപ്പം ഗൂഗിളിനകത്ത് ഞങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിന്റെ അസുഖം എന്ന് പറയുന്നത്, അസുഖത്തിന്റെ പേര് തലകറക്കമാണ് സംഭവിക്കുന്നത്. തലകറക്കത്തിന്റെ മെഡിക്കൽ ടൈം എന്ന് പറയുന്നത് BPPV എന്നാണ്, ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ. അപ്പൊ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവത്തില്ല. പക്ഷെ ഇയർ ബാലൻസിങ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലാകും. അപ്പൊ ഞങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്തല്ലേ, നമ്പർ എടുത്ത് പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളി അങ്ങനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. അപ്പോയിന്റ്മെന്റ് തന്നതിന് ശേഷം അതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ ഡോക്ടറെ ഇൻഫോം ചെയ്തു. അതെ, ഇവിടുത്തെ GP ഇൻഫോം ചെയ്തു. GP ഇൻഫോം ചെയ്തപ്പോ വണ്ടി ഓടിക്കരുത്, സിംറ്റംസ് കേട്ട ഉടനെ പുള്ളി പറഞ്ഞു ഇതായിരിക്കും സംഭവം, വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അവരൊരു PDF അയച്ചു തന്നിരുന്നു, ഒരു എക്സസൈസിന്റെ PDF അയച്ചു തന്നിരുന്നു. പക്ഷെ ആ എക്സസൈസ് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. അസഹ്യമായ വേദനയാണ്, തലകറക്കത്തിന്റെ ഇരട്ടി തലകറക്കം ഉണ്ടായതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു നമ്പർ കിട്ടിയത്. അങ്ങനെ പുള്ളിയെ വിളിച്ചു, അപ്പോയിന്റ്മെന്റ് തന്നു. ഡോക്ടർ രവി എന്നാണ് പുള്ളിയുടെ പേര്. തൃശ്ശൂരാണ് പുള്ളിയുടെ സ്വദേശം എന്ന് പറയുന്നത്. സ്വദേശമാണോ എന്ന് എനിക്കറിയത്തില്ല. തൃശ്ശൂരാണ് പുള്ളി ജോലി ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ചു, നമ്പർ തന്നു, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റിന്റെ സമയമാകുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷനിൽ ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞു, തലങ്ങണ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാമറ എല്ലാം ഫുൾ ഓൺ ആയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കുറെ നിർദ്ദേശങ്ങളൊക്കെ തന്നതിന് ശേഷം പുള്ളി വന്ന് കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഫീസ് വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ അടക്കുകയും ചെയ്തു. പുള്ളി പറഞ്ഞ എക്സസൈസ് നമ്മൾ ചെയ്തെങ്കിലും നമുക്ക് വിശ്വാസം വന്നില്ല ഇത് ശരിയാവും. തീർച്ചയായിട്ടും അത് ഇത്രയും തലകറങ്ങിക്കൊണ്ടിരിക്കുന്നു, 2 ദിവസം കൊണ്ട് തലകറക്കമാണ്, പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് ആശ്വാസം വന്നു. ഞാൻ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ ഞാൻ വീണ്ടും പുള്ളിക്ക് കോൾ ചെയ്തിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഇന്നിപ്പോ ഏകദേശം വൊമിറ്റ് ചെയ്തപ്പോ നമ്മൾ വിചാരിച്ചത് ചുമ്മാ തട്ടിപ്പായിരിക്കും, ഇതൊന്നും ശരിയാവത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുള്ളി പറഞ്ഞ എക്സസൈസ് മാത്രം ചെയ്തതുകൊണ്ട് എങ്ങനെ ഇത് ശരിയാവും, കാരണം വൊമിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ അത് തന്നെ മെസ്സേജ് അയച്ചു, ഡോക്ടർ ഇങ്ങനെ വൊമിറ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വൊമിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാക്കണ്ട, എക്സസൈസ് ചെയ്യൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളത് വലിയ കാര്യമാക്കാതെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. പുള്ളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ഉറപ്പായിട്ടും പറഞ്ഞു ഇനി ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് വരുത്തില്ല, അതുകൊണ്ട്
മാറുന്നതിന് മുമ്പേ പുള്ളി പറഞ്ഞു നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണം ഇതിനെക്കുറിച്ച്, എന്നെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം, ഞാൻ ഈ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ അവിടെ ഇവിടെയും പോയി കടന്ന് ഓരോരോ ചികിത്സ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ആ രോഗം ഈ രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചികിത്സകൾ കൊടുക്കുന്നുണ്ട്, കുറെ ടാബ്ലറ്റ്സ് അവർ റിസീവ് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, CT എടുപ്പിക്കുന്നുണ്ട്, MRI എടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു അസുഖം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വിചാരം എന്തുവാ, പുള്ളിക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇത് മാറിയിട്ടുണ്ടോ, ഇനി വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പൊ ഇത്രയും നാളും ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ആ ഒരു എക്സസൈസിലൂടെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഇയർ ബാലൻസിങ്ങിന്റെ പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ പറ്റും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇയർ ബാലൻസിങ് എന്താണെന്ന് പോലും കേട്ടിട്ടില്ല, ഞാൻ ഞങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ സേവ് ചെയ്യുകയോ വെക്കുക. ഞാൻ അതെങ്ങനെയാണ് ചെയ്തതെന്നും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ നാട്ടിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത്, നാട്ടിൽ കുറെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അസുഖം ഇങ്ങനെ ഒരു അസുഖം വരുന്നുണ്ട്. അപ്പൊ ആ ഇടയ്ക്കായിട്ട് ഒരുപാടുണ്ടായിരുന്നു, കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്ന ആൾക്ക് ഈ അസുഖമാണ്, ഇന്ന ആൾക്ക് ഈ അസുഖമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉപകാരമാവുന്നെങ്കിൽ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ അനുഭവമാണ്, മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നറിയില്ല. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇത് പൂർണ്ണമായിട്ടും സക്സസ് ആയിരുന്നു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, പുള്ളി ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഫീസ് ചെറിയൊരു എമൗണ്ട് ആണ്. എങ്കിലും അത്രയും പൈസ പോയാലും മാറുമെങ്കിൽ അതല്ലേ നല്ലത്. നമ്മൾ ഈ CTക്ക് MRIക്കും ഒക്കെ ഇത്രയും പൈസ കൊണ്ട് കൊടുക്കുന്നതിലും ഇല്ല, അവിടെ എങ്ങും പോകേണ്ടി വരില്ല. ഇത് പുള്ളി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുമോ എനിക്ക് അറിയത്തില്ല. കാരണം അവിടെ നിന്നും നമ്മൾ ഈ പൈസ കളയാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതി ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മാറുവാനുള്ള ഒരു 99% സാധ്യതയുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഞാനിപ്പം ചെയ്യുന്നത് അന്ന് പുള്ളി പറഞ്ഞു തന്നതുപോലെ 100% കറക്റ്റ് ആണോ എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം അന്ന് പറഞ്ഞു തന്നത് ആ രീതി എനിക്ക് ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്റെ ഓർമ്മ ശരിയാണെന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തേന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അന്ന് പറഞ്ഞു തന്നതുപോലെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഏകദേശം രൂപം എനിക്ക് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണോ ചെയ്തത് അത് രണ്ടാമത് ഞാൻ തന്നെയാണ് ചെയ്തത്. ആദ്യത്തെ പ്രാവശ്യം പുള്ളി എനിക്ക് പറഞ്ഞു തന്നെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായും മാറി. ഒരു ഷാപ്പിംഗ് അതിനുശേഷം വന്നിട്ടേ ഇല്ല. അപ്പൊ നിങ്ങളിത് സേവ് ചെയ്ത് വെച്ചിരിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് ഒരുപാടായിരുന്നു. അത് കണ്ടു നിന്നവർക്ക് അതിനും ബുദ്ധിമുട്ടായിരുന്നു. നടക്കാൻ പറ്റാത്ത അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അത് മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാനാണ്. നിങ്ങൾക്കൊരു ടിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു പരന്ന പ്രതലത്തിൽ കിടന്നു. അത് എന്നോട് ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു കേട്ടോ. തലങ്ങണം വെക്കരുത്, തല താത്ത തന്നെ വെക്കണം. ഇങ്ങനെ കിടന്നിട്ട് ഒരു മിനിറ്റോളം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ദൈവത്തെ ഏതാന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മിനിറ്റ് കണ്ണടച്ച് ഞാൻ അങ്ങാതെ കിടന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി നേരെ എന്നോട് പറഞ്ഞു മേലോട്ട് നോക്കി തന്നെ ഇഞ്ഞ് ഇടത്തിലോട്ട് തിരിക്കാൻ പറഞ്ഞു. തിരിച്ചപ്പോൾ എനിക്ക് തല ഭയങ്കരമായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. ഇല്ലല്ല, എനിക്ക് ഈ സൈഡ് തല ഇറങ്ങിയില്ല. സോറി, എനിക്ക് ഈ സൈഡ് തല ഇറങ്ങിയില്ല. ഞാനിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ വെച്ചു. തിരിച്ച് പുള്ളി പറഞ്ഞു ഒരു മിനിറ്റോളം ഇങ്ങനെ കിടക്കുക, അതിങ്ങനെ നേരെ ഇതേപോലെ തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് കാണിക്കാൻ പറഞ്ഞു. ഓപ്പോസിറ്റ് കാണിച്ചു. അപ്പോൾ എനിക്ക് പറ്റിയില്ല. അത് ശക്തമായ തലകറക്കമായിരുന്നു. അങ്ങനെ കുറേ നേരം അത് കഴിയുന്നവരെ കടിച്ചു പിടിച്ച് ഞാനിങ്ങനെ കിടന്നതിന് ശേഷം വീണ്ടും നേരെ കൊണ്ടുവന്നു. പിന്നെ ഈ ബാക്കിലോട്ട് പറഞ്ഞു. അങ്ങനെ അത് 2-3 പ്രാവശ്യം ചെയ്തു. 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം എന്നോട് നീറ്റിരിക്കാൻ പറഞ്ഞു. നീറ്റിരുന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന് ശേഷം അപ്പോൾ പുള്ളി എന്നോട് താഴോട്ട് കുനിയാൻ ആ സമയത്ത് പറഞ്ഞില്ല. ഞാൻ അന്നേരം താഴോട്ട് കുനിഞ്ഞു. ഞാൻ താഴോട്ട് കുനിഞ്ഞപ്പം എനിക്ക് അതിശക്തമായ തലകറക്കം ഉണ്ടായി. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു വീണ്ടും നീക്കരുത്, അതേ പൊസിഷനിൽ തന്നെ തല കുനിഞ്ഞിങ്ങനെ തീരുന്നത് വരെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുന്നത് വരെ ഇരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി പുള്ളി കിടത്തി ചെയ്യിപ്പിച്ചു. ഇതുപോലെ ആദ്യമേ ഇടത്ത് ചെയ്തു. പിന്നെ തല കറങ്ങുന്ന ഭാഗം തല കറങ്ങി തീരുന്നത് വരെ നമ്മൾ അങ്ങനെ തന്നെ കിടക്കുക. കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നീറ്റ് പോവുക. തീർച്ചയായിട്ടും 99% ഇത് സക്സസ് ആയ ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ആ പുള്ളിക്കാരൻ്റെ യൂട്യൂബിനകത്ത് ഞാൻ കണ്ടത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, മാറി വർഷങ്ങളായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്നും പറഞ്ഞതൊക്കെ ഞാൻ വീഡിയോ കാണുവാനിടയായി തീർന്നു. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ഒരു ഇതിന് മാറ്റം സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഇത് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇന്നല്ലെങ്കിൽ നാളെ വരും, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും വെറും ഒരു സിമ്പിൾ എക്സസൈസ് ആണെന്ന് ചെറിയൊരു തോന്നും. സിമ്പിൾ എക്സസൈസിന് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കിടന്ന് സിറ്റി സ്കാൻ ചെയ്യാനും അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് 2 ദിവസം അഡ്മിറ്റ് ആവാനും നിൽക്കേണ്ട. ഇതെന്റെ ഒരു അനുഭവമാണ്. ഇതിനകത്ത് നമ്മൾ 6 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.